ഇന്ന് മീഷോൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1-2 സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മീഷോ റിവ്യൂ പറയാൻ പോകുന്നത്. ആദ്യം പറയാൻ പോകുന്നത് ഒരു ക്ലോത്ത് റോപ്പാണ് കേട്ടോ. വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലോത്ത് റോപ്പാണിത്. വളരെ കുറഞ്ഞ റേറ്റിന് മാത്രം വാങ്ങാൻ കിട്ടുന്ന ക്ലോത്ത് റോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. നമുക്ക് യാത്ര പോകുമ്പോഴാണെങ്കിലും അതേപോലെ എടുത്ത് വെക്കാനാണെങ്കിലും അകത്ത് രാത്രിയിൽ മഴ പെയ്യുന്ന സമയത്ത് അകത്ത് നമുക്ക് ഡ്രസ്സ് കഴുകിയിടാനാണെങ്കിലും പുറത്ത് കഴുകിടാനാണെങ്കിലും എല്ലാ തരത്തിലും ഉപകാരപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ഈ ക്ലോത്ത് റോപ്പ്. അതായത് യാത്ര പോകുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കിത് ചെറിയ സാധനമാണല്ലോ. അപ്പോൾ ഇത് ബാഗിലിട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നിട്ട് അവിടെ 2-3 ദിവസത്തിനൊക്കെ യാത്ര പോകുമ്പോഴേ നമുക്ക് നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ഉണക്കിയെടുക്കണമെങ്കിൽ നമുക്കിത് ഉപകാരപ്പെടും. അതുപോലെ തന്നെയാണ് വീട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണെങ്കിൽ വീട്ടിൻ്റെ അകത്ത് ഇപ്പോൾ രാത്രിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അതും വളരെ കുറഞ്ഞ റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ. അത് അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവുക അങ്ങനെയൊന്നുമില്ല. ഞാൻ അത് ഉപയോഗിച്ച ശേഷമാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല. ഈ 177 രൂപയ്ക്ക് നമുക്ക് പാക്ക് ഓഫ് 2 ആണ്, 2 എണ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ഇതൊരു നഷ്ടമാവില്ല. നമുക്ക് നമ്മുടെ ഈ കൊടുക്കുന്ന ക്യാഷിന് ഓർത്താവുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഇട്ടത്. ഇനി രണ്ടാമത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. അത് ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വിരിച്ച് കാണിച്ചു തരാണ് കേട്ടോ. ഇങ്ങനെയാണ് ജനവാതിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാനുള്ള അതുകൊണ്ട് അത് ആവശ്യമില്ലെങ്കിൽ നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇലാസ്റ്റിക് എന്നുള്ള നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന ഒരു തരം എന്താ പറയുക, ഇത് പ്ലാസ്റ്റിക് അല്ല, റബ്ബറിൻ്റെ ഒരു മോഡൽ പോലെ വലിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും വലിച്ച് വെക്കാനും പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് ചോദിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തതിന് ശേഷം ലിങ്ക് വന്ന് ചോദിക്കാൻ തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തത് വീണ്ടും കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു ഒരു 3 പ്രോഡക്റ്റ് ആയിരുന്നു ഞാൻ കാണിക്കാൻ വെച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 2-3 ദിവസമൊക്കെ നമ്മൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾക്ക് ചെടിയും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഇട്ടത്. ഇപ്പോൾ ഇത് നമ്മൾ ബോട്ടിൽ ഫ്രീ ആയിട്ടുള്ള നമ്മൾ ഒഴിവാക്കുന്ന ബോട്ടിലിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വെള്ളം കൺട്രോൾ ചെയ്ത് വെക്കുക കേട്ടോ. ഒരാഴ്ചക്കോ അല്ലെങ്കിൽ 2-3 ദിവസത്തിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ബ്ലാക്ക്, അവിടെ നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ പറ്റും കേട്ടോ. കൂടുതൽ വെള്ളം കൊടുക്കണമെങ്കിൽ അത് ലൂസാക്കി വെക്കുക, കുറച്ച് വെള്ളം വേണമെങ്കിൽ അതിങ്ങനെ ടൈറ്റാക്കി വെക്കുക. അപ്പോൾ അങ്ങനെ ഉറ്റി വീഴും, തുള്ളിയായിട്ട് വീഴുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞാലും ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഫിറ്റ് ചെയ്തിട്ടാണ് ഈ കാണിക്കുന്നത്. ഇതപ്പോൾ അത്യാവശ്യം സ്പീഡിൽ വരുന്ന രീതിയിലാണ്. അത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ലെങ്ത്ത് വെള്ളത്തിൻ്റെ ഫോഴ്സ് നമുക്ക് കുറച്ചും കൂട്ടിയും ഇതിൻ്റെ അകത്തേക്ക് വെക്കാം. അങ്ങനെ ഡ്രോപ്പായ രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്കത് 2-3 ആഴ്ചക്കൊക്കെ വീട്ടിലേക്ക് പോയി വരുമ്പോഴും നമുക്ക് പുറത്തൊക്കെ പോയി വന്നാലും നമ്മുടെ ചെടികളൊന്നും വാടുമൊന്നുമില്ല. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള, എനിക്ക് പേഴ്സണലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ 2-3 ദിവസമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പോയി വരുമ്പോഴേക്കും എൻ്റെ ചെടിയൊക്കെ അങ്ങ് വാടി കരിഞ്ഞ് ചിലപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട പല സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകും, ഇതുകൊണ്ട് വളരെയധികം ഉപകാരമാണ്. അപ്പം ഈ ചെടികളും പച്ചക്കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവരും യാത്ര പോകുന്നവരുണ്ടെങ്കിലും അവർക്ക് ടെൻഷൻ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്ത 3ാമത് കാണിക്കുന്ന ഒരു ചവിട്ടിയാണ് കേട്ടോ. ഇത് ഒരു മാറ്റാണ്, നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ക്ലോത്താണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടായിരുന്നു. ഇതിനും റേറ്റ് വരുന്നൊരു 200 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, കാണാനും ഭംഗിയുണ്ട്, യൂസ് ചെയ്യാനും നല്ല ക്ലോത്താണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ബാക്കി റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.